സംസ്ഥാനത്ത് കനത്ത മഴ. 4 ജില്ലകളിൽ 2 ദിവസം റെഡ് അലർട്ട്. വേലൂരിൽ മരം ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും. നിർമ്മാണ കരാറിൽ മാറ്റം വരുത്തിയതോടെ കരാറുകാർ പിൻവാങ്ങിയതാണ് പ്രവൃത്തികൾ നിർത്തിവെക്കാനിടയാക്കിയത്. പ്രവാസി വ്യവസായിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി ലോറൻസ് ജോസഫാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 2ആയി. ചവളർ സൊസൈറ്റി സമ്മേളനത്തിന് വന്ന വാഹനങ്ങൾ പാലിയേക്കര ടോൾ പ്ലാസയിൽ തടഞ്ഞു. സമ്മേളന വാഹനങ്ങൾ ടോൾ ബൂത്തുകൾ നിരത്തിയിട്ടത് ഗതാഗതക്കുരുക്കിനിടയാക്കി. ഭാരതപ്പുഴയിൽ അപകട മരണങ്ങൾ വർദ്ധിക്കുന്നു. വെള്ളമെത്തിയതോടെ കുടികൾ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതാണ് അപകടത്തിനിടയാക്കുന്നത്. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കടയുടെ ചുമർ കുത്തി തുറന്ന് മോഷണം. കാളൻ പാവുണ്ണിയുടെ കടയിലാണ് മോഷണം നടന്നത്. 60,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ 2 ദിവസവും ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. അതിതീവ്രമായ മഴ ബുധനാഴ്ച വരെ തുടരാനാണ് സാധ്യത. ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ മഴ കനക്കുവാനാണ് സാധ്യത. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ദുരന്ത സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആവശ്യമെങ്കിൽ ജനങ്ങൾ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കനത്ത മഴയിലും കാറ്റിലും വേലൂരിൽ മരം ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്ക്. കുറുമാൽ സ്വദേശി മൂളിപ്പറമ്പിൽ ഭാസനാണ് പരിക്കേറ്റത്. കുറ്റിക്കാട്ട് സാബുവിന്റെ വീട്ടിലെ മാവാണ് ഒടിഞ്ഞു വീണത്. വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും വൈദ്യുതി തൂണുകളും കമ്പികളും പൊട്ടിവീഴുകയും ചെയ്തു. പരിക്കേറ്റ ഭാസനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. കല്ലൂരിൽ മാങ്ങ പൊട്ടിക്കുന്നതിനിടെ മാവിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. കല്ലൂർ മാവിൻചുവട് സ്വദേശി കാവിൽ വീട്ടിൽ 63 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. വീടിന് സമീപത്തെ റോഡരികിലെ മാവിൽ നിന്ന് കാൽ തെന്നി റോഡിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും. നിർമ്മാണ കരാറിൽ മാറ്റം വരുത്തിയതോടെ കരാറുകാർ പിൻവാങ്ങിയതോടെയാണ് പ്രവൃത്തികൾ നിർത്തിവെച്ചത്. 34 കിലോമീറ്റർ റോഡിൽ 3 വർഷമായിട്ടും 13 കിലോമീറ്റർ മാത്രമാണ് കോൺക്രീറ്റിംഗ് പൂർത്തിയായത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾക്ക് പകരം മെക്കാഡം ടാറിംഗ് നടത്താനുള്ള തീരുമാനമാണ് കരാർ കമ്പനിയുടെ പിന്മാറ്റത്തിന് കാരണമെന്ന് പറയുന്നു. ജർമ്മൻ ബാങ്കിന്റെ സഹായത്തോടെ 200 കോടി രൂപയ്ക്കാണ് കരാർ കമ്പനി പണി ഏറ്റെടുത്തത്. 2023 സെപ്റ്റംബറിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ പൂർത്തിയായ പ്രവൃത്തികളുടെ ബില്ലുകൾക്ക് ഫണ്ട് കുടിശ്ശികയായതോടെയാണ് കരാർ കമ്പനി നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചത്. പാലക്കൽ ജംഗ്ഷൻ മുതൽ മാർക്കറ്റ് വരെയുള്ള 200 മീറ്ററിൽ ഒരു ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞു. മറുവശം തകർന്ന് തരിപ്പണമായ നിലയിലാണ്. ഇവിടെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമാകുന്ന ദിവസം മുതൽ ഈ 200 മീറ്റർ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി വ്യക്തമാക്കുന്നു. കണിമംഗലം പാടത്തെ പാലത്തിന്റെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് മേഖലയിലെ മറ്റൊരു പ്രതിസന്ധി. 3 വർഷമായി റോഡിനായി നാട്ടുകാരും വ്യാപാരികളും സഹിച്ച കഷ്ടപ്പാടുകൾ ബാക്കിയാക്കിയാണ് കരാർ കമ്പനിയുടെ പിന്മാറ്റം. അതേസമയം നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി തിങ്കളാഴ്ച രാവിലെ 9 മുതൽ രാത്രി 9 വരെ പാലക്കൽ കപ്പേള പരിസരത്ത് സമരം ചെയ്യും. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, TN പ്രതാപൻ MP എന്നിവർ പങ്കെടുക്കും. TCV തൃശൂർ. പ്രവാസി വ്യവസായിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് 2 കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി. തിരുവനന്തപുരം സ്വദേശി ലോറൻസ് ജോസഫാണ് അറസ്റ്റിലായത്. കേസിലെ 2ാം പ്രതി തൃക്കാക്കര സ്വദേശി ബോസ്കോയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സ്ത്രീപീഡന കേസിൽ പ്രതിയാക്കുമെന്നും യൂട്യൂബ് ചാനൽ വഴി അപകീർത്തിപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് പ്രതികൾ പണം തട്ടാൻ ശ്രമിച്ചത്. മതിലകം സ്വദേശിയെയാണ് ബ്ലാക്ക്മെയിൽ ചെയ്തത്. ഈസ്റ്റ് SHO M സുജിത്, SI പ്രമോദ്, ASI ദുർഗാലക്ഷ്മി തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു.
18 ഗ്രാം MDMA-യുമായി യുവാവിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. താഴേക്കാട് കണ്ണിക്കര തോട്ടത്തിൽ വീട്ടിൽ അരുണിനെയാണ് ആളൂർ SHO മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കിടപ്പുമുറിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന 18.20 ഗ്രാം മയക്കുമരുന്നാണ് പോലീസ് പിടികൂടിയത്. ഒരു മാസത്തോളമായി ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. SI-മാരായ രഘു, രാധാകൃഷ്ണൻ, ASI ധനലക്ഷ്മി, CPO-മാരായ ബിലഹരി, രതീഷ്, ഹരികൃഷ്ണൻ, അനീഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് SI TR ബാബു എന്നിവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ചവളർ സൊസൈറ്റിയുടെ സമ്മേളനത്തിന് വന്ന വാഹനങ്ങൾ പാലിയേക്കര ടോൾ പ്ലാസയിൽ തടഞ്ഞത് പ്രതിഷേധത്തിനിടയാക്കി. സമ്മേളന വാഹനങ്ങൾ ടോൾ ബൂത്തുകളിൽ നിർത്തിയിട്ടതോടെ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റിയുടെ പ്ലാറ്റിനം ജൂബിലി സമ്മേളനത്തിന് തൃശൂരിലേക്ക് പോയ ബസ്സുകളാണ് ടോൾ പ്ലാസയിൽ തടഞ്ഞത്. ഇതോടെ എല്ലാ ട്രാക്കുകളിലും സമ്മേളന വാഹനങ്ങൾ നിർത്തിയിട്ട് പ്രതിഷേധിച്ചു. അവധി ദിവസമായതിനാൽ മണലിപ്പാലം വരെ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടു. അരമണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂരിലേക്ക് സമ്മേളനത്തിന് പോകുന്ന ബസ്സുകളെ ടോളിൽ നിന്നും ഒഴിവാക്കാമെന്ന് ടോൾ പ്ലാസ അധികൃതർ പറഞ്ഞിരുന്നതായി സംഘടനാ പ്രവർത്തകർ ജീവനക്കാരെ അറിയിച്ചുവെങ്കിലും തങ്ങൾക്ക് പ്രത്യേക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നായിരുന്നു ജീവനക്കാരുടെ നിലപാട്. ഇതോടെ പ്രവർത്തകർ ടോൾ ബൂത്തുകളിൽ ബസ്സുകൾ നിർത്തിയിട്ട് ടോൾ പ്ലാസയിൽ ഇറങ്ങി നിന്നു. തുടർന്ന് പിറകെ വന്ന വാഹനങ്ങളും നിർത്തിയിടേണ്ടി വന്നു. പിന്നീട് ടോൾ ജീവനക്കാർ മാനേജ്മെന്റ് പ്രതിനിധികളുമായി സംസാരിച്ചതിനു ശേഷം ബസ്സുകൾ കടത്തിവിട്ടാണ് ഗതാഗത തടസ്സം ഒഴിവാക്കിയത്. ഈ സമയം നൂറുകണക്കിന് വാഹനങ്ങൾ ടോൾ പ്ലാസയിൽ കുടുങ്ങി. ചവളർ സൊസൈറ്റി പ്ലാറ്റിനം ജൂബിലി സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ റാലി നടന്നു. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തൃശൂർ വിവേകോദയം സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KV ജയരാജ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി, സംസ്ഥാന സെക്രട്ടറി KK മോഹനൻ, PR സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസമായി നടത്തപ്പെട്ട ചവളർ സൊസൈറ്റിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഞാൻ എല്ലാവിധത്തിലുള്ള നന്മകളും വിജയങ്ങളും ആദ്യമായി ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഭാരതപ്പുഴയിൽ അപകടമരണങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 3 കുട്ടികളാണ് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിമരിച്ചത്. മലമ്പുഴ ഡാം തുറന്ന് വെള്ളമെത്തിയത് അറിയാതെ പുഴയിൽ ഇറങ്ങിയതും പുഴയുടെ കയങ്ങൾ അറിയാത്തതുമാണ് പലരും അപകടത്തിൽപ്പെടുവാനുള്ള കാരണം. ദിവസങ്ങൾക്ക് മുൻപ് വറ്റിവരണ്ട് കിടന്നിരുന്ന പുഴയിൽ പലയിടത്തായി കുഴികൾ കണ്ടിരുന്നു. വെള്ളം വന്നതോടുകൂടി ഈ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതാണ് അപകടത്തിനുള്ള പ്രധാന കാരണം. 10 അടിയിലേറെ ആഴമുള്ള കുഴികൾ പലയിടത്തുമുണ്ട്. അടിത്തട്ടിൽ ചുഴികളും മറ്റും രൂപപ്പെടുന്നതും പുഴയിൽ ഇറങ്ങുന്നതിന് ഭീഷണിയാണ്. പുറമെ വളരെ ശാന്തമായാണ് പുഴ ഒഴുകുന്നത്. നീന്തൽ അറിയുന്നവർക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ചുഴികളാണ് പുഴയിൽ രൂപപ്പെടുന്നത്. നിലവിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നവമാധ്യമങ്ങളിലൂടെ ബോധവൽക്കരണങ്ങൾ സംഘടിപ്പിക്കുവാനും അപകട നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിക്കുവാനും ബന്ധപ്പെട്ടവർ മുൻകൈയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുതുക്കാട് കണ്ണമ്പത്തൂർ കപ്പേളയ്ക്ക് സമീപം മലഞ്ചരക്ക് കടയുടെ ചുമർ കുത്തി തുറന്ന് മോഷണം. കാളൻ പാവുണിയുടെ കടയിലാണ് മോഷണം നടന്നത്. ചാക്കുകളിലും പാത്രങ്ങളിലും നിറച്ചുവെച്ചിരുന്ന ജാതിക്കായ, ജാതിപത്രി, അടയ്ക്ക, കുരുമുളക് എന്നിവയാണ് മോഷണം പോയത്. 60,000 രൂപയുടെ മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങളാണ് നഷ്ടപ്പെട്ടത്. സമീപത്ത് നിർമ്മാണം നടക്കുന്ന വീടിനോട് ചേർന്നുള്ള കടയിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ മാറി താമസിക്കുന്നതിനാൽ മോഷണ വിവരം രാവിലെയാണ് അറിഞ്ഞത്. സാധനങ്ങളെല്ലാം ചാക്കുകളിലാക്കിയാണ് കടത്തിയതെന്ന് കരുതുന്നു. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിയൂർ ജയിൽ പരിസരത്തു നിന്നും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനായുള്ള അന്വേഷണം തുടരുന്നു. പ്രതിക്കായി തൃശൂരിലും തമിഴ്നാട്ടിലുമായാണ് അന്വേഷണം നടക്കുന്നത്. തമിഴ്നാട് പോലീസ് വിയൂരിൽ ക്യാമ്പ് ചെയ്താണ് അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. കൊലപാതകം ഉൾപ്പെടെ 53ഓളം കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. കൈപ്പമംഗലത്ത് SFI ഏരിയ സെക്രട്ടറിക്കും പിതാവിനും മർദ്ദനമേറ്റു. SFI കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി വടക്കൂട്ട് അശ്വിൻ, പിതാവ് സന്തോഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈപ്പമംഗലം ബീച്ച് ഡോക്ടർ പടിയിൽ വെച്ചാണ് സംഭവം. അശ്വിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിനിടെയാണ് മർദ്ദനമുണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ BJP പ്രവർത്തകരാണെന്ന് SFI ആരോപിച്ചു. കൈപ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തല്ലിണേൻ്റെ ഇടയിൽ വടിയൊക്കെ എടുത്ത് അവിടെ സൈഡിൽ ഉണ്ടായിരുന്ന വടിയൊക്കെ എടുത്ത് തല്ലി തലക്ക് നടുമ്പുറത്തൊക്കെ നല്ല തല്ലി എള്ളിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ പിടിച്ചു മാറ്റാൻ വന്നപ്പോൾ അച്ഛനെയും എൻ്റെ ബാക്കിൽ നിന്ന് അച്ഛനെ വലിച്ചിട്ട് തല്ലി. അച്ഛനെ ഞാൻ വണ്ടി കയറ്റിങ്ങായിട്ട് കൊണ്ടുപോകണ വഴിക്ക് വണ്ടി തടഞ്ഞിട്ടും എന്നെ ആക്രമിച്ച് 2-3 പേര്
നല്ല രീതിയിൽ ആക്രമിച്ച് എൻ്റെ ഷർട്ടൊക്കെ വലിച്ചു കീറി. അങ്ങനെയാണ് ആക്രമണം ഉണ്ടായത്. കാനഡയിൽ ചാലക്കുടി സ്വദേശിനി പടിക്കല സാജന്റെ മകൾ ഡോണ കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായ ഭർത്താവ് ലാൽ കെ പൗലോസിനെ ഇനിയും കണ്ടെത്താനായില്ല. സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം കോടശ്ശേരി കുറ്റിച്ചിറ സ്വദേശിയായ ലാൽ ഇന്ത്യയിൽ എത്തിയിരുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ അതീവ രഹസ്യമായി ഇയാൾ ഇറങ്ങിയ വിവരം ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് അറിയുന്നത്. ചൂതാട്ടത്തിലൂടെ വലിയ തോതിൽ പണം നഷ്ടപ്പെട്ട യുവാവ് ഇതുമായി ബന്ധപ്പെട്ട് കാനഡ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് പറയുന്നു. മെയ് 7-ാം തീയതിയാണ് ഫ്ളാറ്റിൽ ഡോണയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുവരെയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത ദിവസം സാജൻ പടിക്കലയുടെ മൊഴി ചാലക്കുടി പോലീസ് എടുക്കും. ഡോണയുടെ മൃതദേഹം വെള്ളിയാഴ്ചയോടെ നാട്ടിലെത്തിക്കും. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ അങ്കണത്തിൽ നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് സമ്മേളനം അപ്പസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് എമേരിറ്റസ് മാർ ജോർജ് പാനിക്കുളം ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, ഫാദർ ജോയ് ചെഞ്ചേരിൽ, ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കൽ, ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ തുടങ്ങിയവർ സെമിനാറുകൾ നയിച്ചു. ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാൻ, തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ എന്നിവർ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് നേതൃത്വം നൽകി. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, അബ്സ്റ്റട്രിക്സ്, ഗൈനക്കോളജി എന്നിവയിൽ വിദഗ്ധരായ കെയർ സെന്ററിന്റെ 20-ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അഞ്ചേരിച്ചിറ ചാക്കോളാസ് പവലിനിൽ നടന്ന കെയർ സെന്റർ കുടുംബാംഗങ്ങളുടെ വാർഷികാഘോഷ പരിപാടികൾ മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറിമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കെയർ സെന്റർ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ കൃഷ്ണൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ കേക്ക് മുറിച്ച് കെയർ സെന്റർ കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷം പങ്കിട്ടു. കെയർ സെന്ററിലെ മെഡിക്കൽ വിദഗ്ധരായ ഡയറക്ടർ ഡോക്ടർ നിർമ്മൽ കൃഷ്ണൻ, ഡോക്ടർ നിമ്മി നിർമ്മൽ, ഡോക്ടർ സിജു രവീന്ദ്രൻ, ഡോക്ടർ കെ എസ് ശ്രീജ, ഡോക്ടർ ബിനീഷ് സി കൃഷ്ണൻ, ഡോക്ടർ പ്രശാന്ത് തുടങ്ങിയവർ വാർഷികാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. അത്യാധുനിക അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിലൂടെ പ്രതീക്ഷയും സന്തോഷവും നൽകി എണ്ണമറ്റ കുടുംബങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച സ്ഥാപനമാണ് കെയർ സെന്റർ. കൃത്രിമ പ്രത്യുൽപാദന ശാസ്ത്രത്തിലെ അധികായനായ ഡോക്ടർ കൃഷ്ണൻകുട്ടിയുടെ ദർശനപരമായ മാർഗനിർദ്ദേശത്തിൽ സ്ഥാപിതമായ കെയർ സെന്റർ വന്ധ്യതയുമായി മല്ലിടുന്ന വ്യക്തികൾക്കും ദമ്പതികൾക്കും ഇന്നും പ്രതീക്ഷയും വെളിച്ചവുമാണ്. വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പെണ്ണ് തിളക്കം പൊന്നു തിളക്കം എന്ന ഫോട്ടോസ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിച്ച 4 പേർക്ക് ചടങ്ങിൽ ഗോൾഡ് കോയിൻ സമ്മാനിച്ചു. കൂടാതെ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി. സംഗീതമാണ് ലഹരി, ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി ജില്ലയിലെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഗാനമേള തൃശൂർ പൂരം എക്സിബിഷൻ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി. ലഹരി വിരുദ്ധ പ്രതിജ്ഞ, വിമുക്തി ഹെൽപ്പ് ലൈൻ നമ്പർ അടങ്ങിയ കാർഡുകളുടെ വിതരണം, ഡി അഡിക്ഷൻ ചികിത്സയെക്കുറിച്ചുള്ള വിവരണം എന്നിവ നടത്തി. എക്സൈസ് ഉദ്യോഗസ്ഥരായ സി ബിനോജ്, കെ കെ വത്സൻ, ടി കെ കണ്ണൻ, എ മണികണ്ഠൻ, ഇ ടി രാജേഷ്, കെ എം വിനോദ് എന്നിവർ ഗാനമേളയ്ക്ക് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, തൃശൂർ കേരളവർമ്മ കോളേജ്, സെന്റ് തോമസ് കോളേജ് എന്നീ കോളേജുകളിലെ NSS നേർക്കൂട്ടം ക്ലബ്ബുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശമടങ്ങിയ തെരുവ് നാടകം, ഫ്ലാഷ് മോബ്, നാടൻപാട്ട്, മ്യൂസിക് ഡ്രാമ എന്നിവയും സിവിൽ എക്സൈസ് ഓഫീസർ കെ എം കണ്ണൻ അവതരിപ്പിച്ച കളരിപ്പയറ്റ് പ്രദർശനവും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് ഷാനവാസ് നിർവഹിച്ചു. വിമുക്തി മാനേജർ പി കെ സതീഷ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. കുന്നുകുളം ചുവന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ അപകടം, ആർക്കും പരിക്കില്ല. എരുമപ്പെട്ടി ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാർ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് സമീപത്തെ കാനയിലേക്ക് മറിയുകയായിരുന്നു. ചുവന്നൂരിലെ അദാനി ഗ്യാസ് പ്ലാന്റിന് സമീപത്താണ് അപകടമുണ്ടായത്. കാറിന്റെ ഒരു വശം പൂർണ്ണമായും കാനയിലേക്ക് വീണു. മേഖലയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപുണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ 2 പേർ മരിച്ചിരുന്നു. അപകടങ്ങൾ നിത്യസംഭവമായ സ്ഥലത്ത് അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃശൂർ കുറ്റിപ്പുറം ദേശീയപാത കൈപ്പറമ്പിൽ ഡിവൈഡറിൽ വാഹനമിടിച്ചു കയറി വീണ്ടും അപകടം. ഞായറാഴ്ച പുലർച്ചെ കുന്നംകുളം ഭാഗത്തു നിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. കഴിഞ്ഞ ദിവസം തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടത്തിൽപ്പെട്ടിരുന്നു. അപകടം പതിവായതോടെ താൽക്കാലികമായി ഡിവൈഡറിന് സമീപം റിഫ്ലക്ടർ സംവിധാനം പോലീസും നാട്ടുകാരും ചേർന്ന് സ്ഥാപിച്ചിരുന്നു. അപകടം ഒഴിവാക്കാൻ പ്രദേശത്ത് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
കേച്ചേരിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിലും സ്കൂൾ മതിലിലും ഇടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന PAR ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സമീപത്തെ ഇടറോഡിൽ നിന്നും അമിത വേഗതയിലെത്തിയ ബൈക്കിൽ ഇടിക്കാതിരിക്കാനാണ് ബസ് പെട്ടെന്ന് വെട്ടിച്ചത്. ഇതാണ് അപകടത്തിനിടയാക്കാൻ കാരണം. അരിമ്പൂർ പഞ്ചായത്തിലെ വെളുത്തൂർ വിളക്കുമാടം റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. മനക്കുടി കൈപ്പിള്ളി പുള്ള് ബണ്ടുകളുമായി ബന്ധിപ്പിക്കുന്ന 2.6 കിലോമീറ്റർ ദൈർഘ്യമുള്ള വെളുത്തൂർ വിളക്കുമാടം റോഡിന്റെ വശങ്ങളിൽ കാനകളുടെയും 2 കലുങ്കുകളുടെയും നിർമ്മാണം പൂർത്തിയായി. BMBC നിലവാരത്തിൽ 5.5 മീറ്റർ വരെ വീതിയിലാണ് റോഡ് ടാറിംഗ് നടത്തുന്നത്. റോഡിലേക്ക് നീങ്ങി നിന്നിരുന്ന വൈദ്യുത പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചു. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ 2 കോടി രൂപ വകയിരുത്തിയാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 70 ലക്ഷം രൂപ മുരളി പെരുന്നെല്ലി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ബാക്കി വിവിധ വകുപ്പുകളിൽ നിന്നും കണ്ടെത്തി ആകെ 3.75 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. 2 കിലോമീറ്റർ BMBC നിലവാരത്തിന് ശേഷം 600 മീറ്റർ വീതി കൂട്ടി ടാറിംഗ് നടത്തും. അടുത്ത മാസം ആദ്യം റോഡ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് പറഞ്ഞു. അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. BMBC നിലവാരത്തിൽ സംസ്ഥാനത്തിൽ ആദ്യമായിട്ട് തന്നെയാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു പഞ്ചായത്ത് റോഡ് നിർമ്മിക്കുന്നത്. 2 കിലോമീറ്ററും 600 മീറ്ററും നീളമുള്ള ഈ റോഡിൽ 2 കിലോമീറ്റർ BMBC നിലവാരത്തിലും അതിനുശേഷമുള്ള ഭാഗം ആ നിലവാരത്തിൽ തന്നെ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ടുള്ള റോഡും നിർമ്മിക്കാനാണ് നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പാരമ്പര്യ കളരി മർമ്മ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കാൻ കർണാടകത്തിൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് പദ്ധതി തയ്യാറാക്കുമെന്ന് കർണാടക സംസ്ഥാന സ്പീക്കർ UT ഖാദർ പറഞ്ഞു. എളവള്ളി ശ്രീ ഗുരുകുലം കളരി സംഘത്തിൽ മർമ്മ ചികിത്സ പൂർത്തിയാക്കി മടങ്ങുന്നതിനിടെ എളവള്ളിയിലെ ജനപ്രതിനിധികളുടെ സ്നേഹാദരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഋഷിവര്യമാരിൽ നിന്നും പകർന്നു നൽകിയ കളരി മർമ്മ ചികിത്സാ രംഗത്ത് കേരളത്തിൽ അനന്ത സാധ്യതകളുണ്ട്. ടൂറിസം രംഗത്ത് ഈ സാധ്യതകൾ മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. TN പ്രതാപൻ MP, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ജനപ്രതിനിധികളായ KD വിഷ്ണു, NB ജയ എന്നിവർ പങ്കെടുത്തു. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹ മഠം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ വസൂർധാര നടന്നു. ചടങ്ങിന് പ്രൊഫസർ ദേവനാരായണൻ, രാമകൃഷ്ണൻ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. വാണിജ്യം. സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് വിപുലമായ സൗകര്യങ്ങളോടെ ആരംഭിച്ച ഫൈഡസ് ഐ കെയർ ഹോസ്പിറ്റൽ ഒല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. നേത്രപരിചരണ രംഗത്ത് അതിനൂതന സാങ്കേതിക വിദ്യയുമായി ഒല്ലൂർ കമ്പനിപ്പടിയിൽ തെക്കേക്കര ബിൽഡിംഗിൽ കല്യാൺ എക്സ്പ്രസ് മാർട്ടിന് മുകളിൽ പ്രവർത്തനം ആരംഭിച്ച ഫൈഡസ് ഐ കെയർ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ഒല്ലൂർ ഡിവിഷൻ കൗൺസിലർ സനോജ് പോൾ കാട്ടൂക്കാരൻ നിർവഹിച്ചു. സ്ഥാപനത്തിന്റെ ലോഗോയുടെയും പേരിന്റെയും അനാച്ഛാദനം ഡോക്ടർ ആൻഡോ തെക്കേക്കരയും ഒപ്റ്റിക്കൽസ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഒല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് സുനീഷ് ജോൺസണും നിർവഹിച്ചു. ചടങ്ങിൽ പാർട്ണർമാരായ ശ്യാം മേനോൻ, വിഷ്ണു ശങ്കർ, വിഷ്ണു N മേനോൻ, രാമചന്ദ്രൻ, KS രാധ, ഡോക്ടർമാർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോൺടാക്ട് ലെൻസ്, ഒക്യുലോപ്ലാസ്റ്റി, റെറ്റിന ആൻഡ് യുവിറ്റീസ്, ഡ്രൈ ഐസ്, ഗ്ലോക്കോമ, സ്ക്വിന്റ്, കോർണിയ തുടങ്ങിയ സേവനങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണവും ഫൈഡസ് ഐ കെയർ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. കൂടാതെ വിവിധ തരം ഫ്രെയിമുകളുടെയും ലെൻസുകളുടെയും വിപുലമായ ശേഖരവും ഫാർമസി വിഭാഗവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ചത്തേക്ക് സൗജന്യ കൺസൾട്ടേഷനും ഒപ്റ്റിക്കൽസിന് 10% ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. രാവിലെ 9 മുതൽ രാത്രി 7 വരെയാണ് ആശുപത്രിയുടെ പ്രവർത്തന സമയം. കൂടുതൽ വിവരങ്ങൾക്ക് 8129 072717. വീണ്ടും പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത മഴ, 4 ജില്ലകളിൽ 2 ദിവസം റെഡ് അലർട്ട്. വേലൂരിൽ മരമൊടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും. നിർമ്മാണ കരാറിൽ മാറ്റം വരുത്തിയതോടെ കരാറുകാർ പിൻവാങ്ങിയതാണ് പ്രവൃത്തികൾ നിർത്തിവെക്കാനിടയാക്കിയത്.
പ്രവാസി വ്യവസായിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി ലോറൻസ് ജോസഫാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 2 ചവളർ സൊസൈറ്റി സമ്മേളനത്തിന് വന്ന വാഹനങ്ങൾ പാലിയേക്കര ടോൾ പ്ലാസയിൽ തടഞ്ഞു. സമ്മേളന വാഹനങ്ങൾ ടോൾ ബൂത്തുകളിൽ നിരത്തിയിട്ടത് ഗതാഗതക്കുരുക്കിനിടയാക്കി. ഭാരതപ്പുഴയിൽ അപകട മരണങ്ങൾ വർദ്ധിക്കുന്നു. വെള്ളമെത്തിയതോടെ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതാണ് അപകടത്തിനിടയാക്കുന്നത്. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലചരക്ക് കടയുടെ ചുമർ കുത്തി തുറന്ന് മോഷണം. കാളൻ പാവുണ്ണിയുടെ കടയിലാണ് മോഷണം നടന്നത്. 60,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.